ഉമ്മാന്റെ 17 മക്കളുടെ പേരൊന്നും ആദ്യം ചോദിച്ചു നോക്കാം അല്ലേ? ചോദിക്കല്ലേ? ഓക്കെ. ഉമ്മ നിങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ ഏകദേശം പറഞ്ഞാണ് ഈ 17 മക്കൾ. സുബൈദ, പിന്നെ കരീമ്, പിന്നെ സലാമ്, പിന്നെ റസാക്ക്, പിന്നെ സൂറാബി, പിന്നെ സക്കീന, പിന്നെ നെസി. 17 മക്കളുള്ളൊരു ഉമ്മ കേട്ടോ. 17 മക്കള് അൽഹംദുലില്ലാ 100ഓളം പേരമക്കള് മലപ്പുറം ജില്ലയിലെ വരമ്പനാലയിലാണുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് എന്താ പറയുക, ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഉമ്മയും മക്കളും കുറേ ആളുകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ഒരു പ്രോഗ്രാം കല്യാണം വിരുന്നൊക്കെ ഉണ്ട് എങ്കിൽ ഇവരെന്നെ മതി അത് വിജയിപ്പിക്കാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 7 വീട്, ഉമ്മയുടെ 7 ആൺമക്കളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവരുടെ ഉമ്മയുടെ സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഈ കാലഘട്ടത്തിൽ മക്കളുടെ വലുതായി കഴിഞ്ഞാൽ ഉമ്മയുടെ അടുത്തൊന്നും ഇല്ല ഉമ്മക്ക പോവാറുള്ളത് എങ്ങനെയെങ്കിലും കഴിച്ചിലാവണമെന്നാണ്. വാപ്പാനും ഉമ്മാൻ്റെയൊക്കെ അല്ലാതെ അവർക്ക് ഫ്രീഡം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ കുറച്ച് ആളുകൾ. ന്യൂക്ലിയർ ഫാമിലി വരുമ്പോൾ മാഷാ അല്ലാഹ് ഇവിടെ ഒരു വലിയ ഫാമിലിയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉമ്മയാണ്. അതേപോലെ തന്നെ വലിയ സപ്പോർട്ടാണ്. പിന്നെ ഉമ്മയുടെ ഹസ്ബൻഡ് പിന്നെ അവർ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടാണ്. അപ്പോൾ മക്കളെ വളർത്തി എല്ലാവരെയും നല്ല നിലയിലാക്കുന്നതിലും വലിയൊരു ഉത്തരവാദിത്വം വഹിച്ചൊരു ഉമ്മയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറിയാമു ഹജ്ജുമ്മയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഉമ്മയും ആളുകളും കുറേ പേരുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോ, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ വരണം കേട്ടോ. മറിയാമു അല്ലേ ഹജ്ജുമ്മ, എന്തമ്മ വിശേഷം? സുഖല്ലേ? ആണ്. എങ്ങനെയുണ്ട്? എല്ലാവരും എപ്പോഴും ഉണ്ടാവും കൂടെ? എപ്പോഴും ഉണ്ടാവും. 4 മണിയായാലും ഇവരെല്ലാരും വരും. അങ്ങനെ ഉണ്ട് അല്ലേ? 4 മണിക്ക് ഉമ്മാന്റെ അടുത്ത് എത്തും എല്ലാരും ഉണ്ടാവും. എല്ലാരും മരക്കട എല്ലാരും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. ആണല്ലേ? ആഹാ. പിന്നെ ഇപ്പൊ MLA ആദരിച്ചു അല്ലേ? അമ്മ തുടക്കം വെച്ച് ആണല്ലേ? ഇവിടെ ഇനിയിപ്പോ ഏതാണ് ഒരു സമ്മേളനമൊക്കെ വെച്ചാൽ നിങ്ങളെ മതിയല്ലോ. നിങ്ങളെന്നെ പോരെ? അല്ല, ഒരു വിരുന്നൊക്കെ ഉണ്ടാകുമ്പോ പുറത്തുനിന്ന് ആള് വേണ്ട, ഞങ്ങൾ വരണ്ട്. അല്ല, വിരുന്നുണ്ടാവുമ്പോഴേ എവിടെ വെച്ചാ നടത്ത വിരുന്നൊക്കെ? ആണല്ലേ? ഇവിടെ നട തുടങ്ങാണ് വീടുകളല്ലേ? അതെന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എല്ലാരും ഇവിടെ വേണം എന്നുള്ളത് അന്ന് പറഞ്ഞു, എല്ലാരും അനുസരിച്ചു? കുട്ടികളെ നോക്കി വളർത്തി കെട്ടിച്ചിരിക്കണത്. ഉപ്പാന്റെ ആഗ്രഹം എന്താ? ഉമ്മ പറഞ്ഞാണ് ആരാഗ്രഹാണ്? എന്റെ സ്ഥലമാണ്. ആരാഗ്രഹം എല്ലാരും ഇവിടെ വേണം? ഞാൻ പറഞ്ഞതാണ്. നിങ്ങള് പറഞ്ഞു, ബാപ്പി നിങ്ങളെ ഭർത്താവും പറഞ്ഞല്ലേ? ആണല്ലേ? അങ്ങനെ തീരുമാനിച്ചു. എല്ലാരും സുഖമായിട്ട് ജീവിക്കട്ടെ. മൂത്ത കുട്ടീന്റെ പേരെന്താ? സുബൈദ. സുബൈദ അല്ലേ? അവസാനത്തെ കുട്ടീന്റെ പേരോ? നുസ്രത്ത്. ആണല്ലേ? ഈ പേരൊക്കെ ആരിട്ടത്? നിങ്ങൾ തന്നെ? ഇപ്പട്ട് തന്നെ ആണല്ലേ? പിന്നെ ചെറിയ കുട്ടി ഇപ്പൊ എവിടെ ഉള്ളത്? സൗത്തിലേക്കല്ലേ? മൂത്താളോ? മൂത്താളെ ഇവിടെ വഞ്ചനൊക്കെ ഉണ്ട്. ആണല്ലേ? ആദ്യത്തും അവസാനത്തും പെൺകുട്ടികളാ? ഓക്കെ, അങ്ങനെയാണല്ലേ? പിന്നെ അവരൊക്കെ എപ്പോഴാ കൂടാറുള്ളത്? നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇവിടെ എല്ലാരും എന്തുണ്ടായിരുന്നു അമ്മ പരിപാടി? എന്ത് പരിപാടിയാ? ഇവിടെ താഴത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം അടുത്തിടെ പേരക്കുട്ടിയുടെ കല്യാണം, ഉമ്മാന്റെ കുട്ടീന്റെ. അപ്പൊ അതിന് എല്ലാ 10 ആളും വന്നിരുന്നു. ആണല്ലേ? എല്ലാരും വന്നു. എല്ലാരും പിന്നെ 10 പെൺകുട്ടികൾ അല്ലേ? പിന്നെ 7 നിലവിലുള്ളവരൊന്ന് പരിചയപ്പെടുത്തി. ഇവിടെ ആരൊക്കെയുണ്ട്? മൂത്ത ജ്യേഷ്ഠൻ. നിങ്ങളെ പേര്? എന്റെ പേര് അബ്ദുൽ കരീം. എന്റെ പേര് അബ്ദുൽ സലാം. അബ്ദുൽ ഗഫൂർ. ജലീല്. പിന്നെ ബാക്കി ഒന്ന് പറയാം. പെങ്ങന്മാര് അവരൊക്കെ കെട്ടിച്ചു കൊടുത്താണ്. ഇപ്പൊ ഇവിടെ ആരും ഇല്ല. അവര് പേരക്കുട്ടികള്, മക്കളെ ഒക്കെ എല്ലാരും ഉണ്ട്. 10-87 പേരക്കുട്ടികളുണ്ട്. 3 തലമുറന്റെ ആളുകളുണ്ട്. മൊത്തം 17 മക്കള്. ഞങ്ങളിവിടെ തന്നെ 7 വീട് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയ അതാണ്. ഒന്നിച്ചാണ്, ആരും ഒരു പ്രയാസവും ഇല്ലാതെ പൊതുവെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര കച്ചറ കഴിക്കാറുണ്ടാവാറുള്ളത്. ഉമ്മാന്റെ ഒരു ബർക്കത്ത് ഉമ്മാക്ക് കൈവിട്ട് പോകാൻ പാടില്ല. ആദ്യം മുതലേ ഉമ്മാക്ക് തീരുമാനമാണല്ലേ? എല്ലാരും ഇവിടെ ആണല്ലേ? അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഗൾഫിലാ? ഞാൻ അല്ലേ? എപ്പോഴും എല്ലാരും കൂടെ കൂടുതലുണ്ടോ? മൊത്തം ഞങ്ങളെല്ലാം പിന്നെ ഞങ്ങളെല്ലാരും ഇവിടെ എൻജോയ്ക്കും കാര്യത്തിനും എല്ലാരും കൂടെ തന്നെ പോക്ക്. അതൊക്കെ വലിയ വണ്ടി ആയിട്ട് പോകും. അല്ലെങ്കിൽ അതേമാതിരി എല്ലാവരും വണ്ടിയും പാടെ ഒരു 4-5 വണ്ടി ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഞങ്ങൾ ഇങ്ങനെ കറങ്ങാനും. അല്ല, ഒരു ബസ് വിളിച്ചാലും പോരാ, 2 ദിവസം അല്ലേ? 2-3 ദിവസം ഉണ്ട്. മാഷാ അല്ലാഹ്. ഓക്കെ, എന്താ പറയാനുള്ളത്? സന്തോഷാണ് ആണല്ലേ? ഓക്കെ. ഉപ്പ വലിയൊരു കോൺഗ്രസിന്റെ നേതാവാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. അപ്പന്റെ പേരെന്താ? മുസ്ലിം ആണല്ലേ? അവിടെ ദാറുൽ ഇസ്ലാം മദ്രസയില് ഉസ്താദായിരുന്നു. ആരെ? ഉപ്പ. ഓക്കെ.
ഉപ്പ മരിച്ചിട്ട് 32 കൊല്ലായി. 32 വർഷമായി അല്ലേ? ഉമ്മയാണ് അപ്പൊ ഇത്ര ആളുകൾ അതിന് ശേഷം വലിയ ഉത്തരവാദിത്തം. അപ്പൊ കുഞ്ഞുമോക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഉമ്മാന്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഈ കാലത്ത് എല്ലാവരും ഒരേ കൊടക്കുയിൽ കൊണ്ടുവരിക എന്നുള്ളത് അതാണ് ഉമ്മാന്റെ ഭാഗ്യം. ആയുസ്സും നല്ല ആരോഗ്യം കൊടുക്കട്ടെ. എനിക്കെന്താ തോന്നുന്നു, ഒരു രസകരമായ ഫാമിലി, ഒരു വലിയ സംഭവം തന്നെയാണ് തോന്നണത്. ഞാന് എന്റെ തറവാട്ടില് എന്റെ വല്യപ്പാക്ക് 10 മക്കളാണ്. ഏകദേശം 50-ഓളം പേരക്കുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും ഒന്നല്ല മനസ്സിലായി. അതിന്റെ അപ്പുറത്തേക്കാണ് ഇവിടെ വന്നപ്പോ. ഉമ്മാന്റെ 17 മക്കളുടെ പേരൊന്നും ആദ്യം ചോദിച്ചു നോക്കാം അല്ലേ? ചോദിക്കല്ലേ? ഓക്കെ. ഉമ്മങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ ഏകദേശം പറഞ്ഞാണ് 17 മക്കൾ. സുബൈദ, പിന്നെ കരീമ്, പിന്നെ സലാമ്, പിന്നെ റസാക്ക്, പിന്നെ സൂറാബി, പിന്നെ സക്കീന, പിന്നെ നെസി, പിന്നെ സാബിറ, പിന്നെ സുലൈക്ക, പിന്നെ മീറ, പിന്നെ മുനീറ, പിന്നെ അബ്ദുൽ ജലീൽ, പിന്നെ അബ്ദുൽ കബീർ, പിന്നെ അബ്ദുൽ വഹാബ്, നുസ്രത്ത്, പിന്നെ നുസൈബ, പിന്നെ വഹാബ്. ഓക്കെ. പിന്നെ പേരക്കുട്ടികള് ഒക്കെ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ. എല്ലാരും അപ്പൊ ഉമ്മാക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഏകദേശം പിന്നെ പേരക്കുട്ടികളൊക്കെ 100 ഉള്ള ആൾക്കാര്. ഇതൊക്കെ ആരൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെ? ഇത് പേരക്കുട്ടി മോന്റെ പേര് വാസിഫ്, പിന്നെ അത് ഇത് ഇത് സബ, ഇത് അത് ഇത് സെഹറീന, ഇത് ഫാത്തിമ. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ആരെ കുട്ടികളാന്നൊക്കെ ഏകദേശം പ്രശ്നം ആരൊക്കെയാണ്? ഇത് മൂത്ത മോന്റെ മോളെ കുട്ടി. ഓ, മൂത്ത മോന്റെ മോളെ കുട്ടി. മൂപ്പര പേരക്കുട്ടി. ഇത് ഈ പരിയത്തെ മോന്റെ കുട്ടി. മോന്റെ കുട്ടി. പിന്നെ ഇതോ ഇത് രണ്ടും അപ്പുറത്തുള്ള വീട്ടിലത്തെ മോന്റെ കുട്ടി. നമ്മളെ തറവാട്. ഇത് അപ്പുറത്തുള്ള വീടില്ല, അവിടുത്തെ. ഓക്കെ. ഇത് മോന്റെ മോളെ കുട്ടി. ഓക്കെ. പിന്നെ എന്താ ഉമ്മമ്മ മിഠായി തരലുണ്ടാ? സക്കാത്തിന് പൈസ കൊടുക്കുമല്ലോ. എല്ലാവരും കിട്ടിയടാ സക്കാത്ത് പൈസ കിട്ടും ആണോ? ആഹാ. അപ്പം പിന്നെ മുട്ടായി ഇങ്ങനെ തരും. നിങ്ങൾക്ക് വേണ്ടി തല്ലുണ്ടാവോ? ആണ്ട് അങ്ങോട്ട് പറഞ്ഞാണ്ട് എല്ലാരും വിളിച്ചു. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടേ പോകും. എല്ലായിടത്തും പോകും. മക്കളോട് പോകും, പെൺകുട്ടികൾക്കും പോകും. ഓല്ലേ? എല്ലായിടത്തും പോകും. ഓരോരുത്തരുടെ എങ്ങനെ കൂടുതൽ പോയാലേ കൂടുതൽ പോയാലേ എല്ലാരും വിളിച്ചു കൊണ്ടുപോയാലേ ആണല്ലേ? നിങ്ങൾക്ക് കുറവാണ് കിട്ടല്. അല്ല, പെൺകുട്ടികളൊക്കെ എവിടേക്കൊക്കെ കെട്ടിച്ചിട്ടുണ്ട് ഏകദേശം? പൂവഞ്ചനുണ്ട്, പിന്നെ പിന്നെ പൂക്കിപ്പറമ്പുണ്ട്, ഒന്ന് കോയിച്ചാനുണ്ട്, ഒന്ന് ഇവിടെ വെൽമണ്ടത്തേക്ക്, ഒന്ന് ചെറിയ മണ്ടം, ഒന്ന് ആദ്യക്കാട്. അങ്ങനെ